ഇവൻ ഇവിടെ അതുകൊണ്ട് കാശി വിശ്വനാഥ സ്വാമിയായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഐതിഹ്യം. അടുത്ത് വിശാലാക്ഷി എന്ന് പറയുന്ന പാർവതി ദേവി തൊട്ടടുത്ത് ആ ക്ഷേത്രത്തിൽ കൽപ്പാത്തി രഥോത്സവം കാണാനാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം. നമ്മളെ കണ്ണൂരിൽ നിന്ന് 6 മണിക്ക് എടുക്കുന്നേ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ പോയിട്ടുണ്ടായേ. കണ്ണൂരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, സീറ്റെല്ലാം കിട്ടീനെ. ഞാൻ ആദ്യമായിട്ടാണ് കൽപ്പാത്തി രഥോത്സവം കാണാൻ പോകുന്നത്. ഒരു 11 മണിയെല്ലായിരത്തി ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 2 കിലോമീറ്ററേ ഉള്ളൂ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്തേക്ക് ഓട്ടോയും ബസ്സും എല്ലാം അവൈലബിൾ ആണ്. ഞാനിങ്ങനെ കൽപ്പാത്തി പുഴേൻ്റെ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നടന്നിട്ടാണ് പോയത്. കാൽപാതി കൽപ്പാത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടം അറിയപ്പെടുന്നത് ദക്ഷിണ കാശി എന്നാണ്. കൽപ്പാത്തി രഥോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഏതാണ്ട് 700 വർഷത്തോളം പഴക്കമുള്ള ഒരു ഉത്സവമാണ്. ഏതാണ്ട് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. ഇതിൽ അവസാനത്തെ 3 ദിവസമാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആഘോഷം നടക്കുന്നത്. ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് അനുബന്ധിച്ചാണ് ഈ ഉത്സവം മുഴുവൻ നടക്കുന്നത്. എന്നോട് പാലക്കാട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കൽപ്പാത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ഥലം. എന്നിട്ട് നാളെ തുടങ്ങി നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം 3 ദിവസം ഇവിടെ രഥയാത്ര നടക്കും. ജഗന്നാഥ് പുരിയിലൊക്കെ രഥയാത്ര പറയുന്നില്ല, വലിയ രഥം ഗ്രാമപ്രയാണം ഉണ്ടാവും. രാവിലെ രഥാരോഹണം കഴിഞ്ഞാൽ കുറച്ച് നേരം രാവിലെ അധികം ഉണ്ടാവില്ല, വൈകുന്നേരം കുറേ യാത്ര ചെയ്ത് ഇപ്പുറത്തൊരു പോയിന്റിൽ വന്ന് നിൽക്കും. മറ്റന്നാൾ അടുത്ത പോയിന്റ്, 3-ാമത്തെ ദിവസം വൈകുന്നേരം ആരംഭിച്ച ദിക്കിൽ തന്നെ വന്ന് സമാപിക്കും. ഞാൻ ആദ്യമായിട്ട് രഥോത്സവം കാണാൻ വരുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലേനു. പക്ഷേ ആ ആംഗിൾ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിനെ. പിന്നെ അവിടുത്തെ കുറേ ആചാരങ്ങളും കാര്യങ്ങളെല്ലാം കണ്ട് നടന്നു. അവിടുത്തെ അലങ്കാരവും കാര്യങ്ങളെല്ലാം കാണാൻ തന്നെ നല്ല രസമുണ്ടായിനെ. ഞാൻ പിന്നെ അതെല്ലാം കണ്ട് എങ്ങനെയാ നടന്നു. നിങ്ങൾ ഇതുവരെ കൽപ്പാത്തി രഥോത്സവം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുവേ. എന്നാ പിന്നെ ശരിയപ്പാ, ഓക്കെ ബൈ.